ഗുഡ് മോർണിംഗ് ഓൾ. അവർ ജേണി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫില്ല കേട്ടോ. ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എൻ്റെ ജോലി സംബന്ധമായ കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ മുന്നേ പറഞ്ഞ ട്രക്ക് ഡ്രൈവറാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോൾ അത് സംബന്ധമായ ചെറിയ ഒരു വീഡിയോ ഞാൻ വഴി ഇടുന്നതായിരിക്കും. ഇതാണ് എൻ്റെ കാറ്. ഞാൻ 4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കാറാണ് കേട്ടോ. നല്ല വർക്കത്തുള്ള വണ്ടിയാണ്. ഇന്നവർക്ക് വഴിയിലാണ് നിന്നിട്ടില്ല. ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ സാധനം ഇന്നവർക്ക് ഇല്ല. 4 വർഷമായി. ഞാൻ ഡെയിലി അൽക്കൂസിൽ നിന്ന് ജബലിൽ വരുന്നതാണ് ഡ്യൂട്ടിക്ക്. നല്ല വണ്ടിയാണ്. ഞാൻ കൂട്ടത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത്ര ഉള്ളോട്ടോ. തന്നെ എൻ്റെ സ്ഥിരം ഞാൻ ഡ്യൂട്ടിക്ക് വരുന്ന എൻ്റെ കാറ്. ഇത് 2003 മോഡലാണ് കേട്ടോ. ക്യാമ്പറി 2003 ക്യാമ്പറി. കാണുന്നതാണ് എൻ്റെ വണ്ടി. ക്യാബറി 2003 ക്യാബറി. ഇതിലാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളത്. 4 വർഷമായി ഈ വണ്ടി എൻ്റെ കയ്യിലുള്ളത്. കുറേ ദിവസമായി ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു വീഡിയോ ഇടുന്നത് മനസ്സിൽ പ്ലാൻ ചെയ്തത്. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴുള്ള വീഡിയോ ഇടാറ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രക്ക് ഡ്രൈവറാണ്. ഒരു 19 വർഷമായിട്ട് ഒരേ കമ്പനി. നല്ല കമ്പനി പേര് ഇതല്ല. ഇതാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഇതല്ല, ഈ സൈഡ്. സോറി, 2 തവണ പറഞ്ഞു. ഇത് ട്രൈ സ്റ്റാർ. നല്ല കമ്പനിയായിട്ട് ഒരു 19 വർഷമായി. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. അങ്ങനെ ഞാനൊരു 35-40 മിനിറ്റോട് ഞാൻ ജബലിലെത്തി. ഇനി എനിക്ക് എൻ്റെ ഡ്യൂട്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് സെക്യൂരിറ്റി പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അവിടുന്ന് ട്രക്കിൻ്റെ കീ വാങ്ങിക്കണം. പിന്നെ ഇതിൽ നമുക്ക് ട്രക്കിൻ്റെ വീഡിയോ ഒന്നും നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് കുറച്ച് കമ്പനി പ്രത്യേകിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ട്രക്കിൻ്റെ വീഡിയോകളൊന്നും ഈ മറ്റേ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇടാൻ പാടില്ലെന്ന്. അതുപോലെ ട്രക്കിൻ്റെ വീഡിയോ ഇടില്ല. എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ റിയലി സോറി. അങ്ങനെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇത് ക്യാബിൻ്റെ ഉൾവശമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ക്യാബിനാണ്. കണ്ട, ഇതുള്ള ബർത്തൊക്കെ ഇല്ല കേട്ടോ. നമുക്ക് ഇടുന്നവർക്കുള്ള ബർത്തൊക്കെ ഉണ്ട്. ചില ട്രിപ്പ് പോയി കഴിഞ്ഞാൽ 2-ാം ദിവസമൊക്കെ വരിക. നല്ല സുഖമായിട്ട് കിടന്ന് തുറക്കാം. ചില ട്രക്കിൻ്റെ ഉള്ളിൽ 2 ബർത്തുണ്ടാവും. വെച്ചാൽ 2 ബർത്തുള്ള ചില ലോങ് ട്രിപ്പിൽ ഡബിൾ ഡ്രൈവേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 ബർത്ത് കൊണ്ടുവരും. ഇതാണ് വണ്ടിയുടെ ഉൾവശം. എന്ന് മാത്രമല്ല, ഈ വണ്ടിക്ക് 8 ഗിയറാണുള്ളത്, ഇൻക്ലൂഡിങ് റിവേഴ്സ് 9 ഗിയർ. 1, 2, 3, 4, 5, 6, 7, 8 കണ്ടില്ലേ. ഇത് വണ്ടി മാൻ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിയിലൊരു എത്തി. ടയറൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ഷർ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് എല്ലാ ട്രക്കിലും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ വണ്ടി പോകുന്നതിന് മുന്നേ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഗേജ് കറക്റ്റാണോ, ഗ്രീനിലാണോ നിൽക്കുന്നത്. അതേപോലെ അതിൻ്റെ എക്സ്പയർ ഡേറ്റ് നോക്കണം. അല്ലല്ലേ, അതുപോലെ അതിൻ്റെ ഗേജ് ഇതൊക്കെ നന്നായിട്ട് നമ്മൾ നോക്കണം വണ്ടി പോകുമ്പോൾ. എല്ലാ ഡ്രൈവേഴ്സിനും അറിയാം, എന്നാലും നമ്മളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അതേപോലെ നമ്മൾ വണ്ടിയിൽ അടിക്കുന്ന PSI 120 ആണ് ടയറിനടിക്കുന്നത്. കണ്ടില്ലേ, സ്പെയർ ടയർ ഓക്കെയാണ്. ഇത് 3 ആക്സിലെ ടയറാണ് കേട്ടോ. ഒരു സൈഡിൽ സിംഗിൾ ടയർ വിധം 3 ആക്സിൽ. കണ്ടില്ലേ, സിംഗിൾ ടയർ. ഓസൊക്കെ റെഡിയാണ്. സൈഡ് ടയറുകളൊക്കെ ഓക്കെയാണ്. ഇത് ഈ കാണുന്ന ഗ്രീൻ കളറിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ പേരാണ് ഇൻഡിക്കേറ്റർ, വീലിലട്ട് ഇൻഡിക്കേറ്റർ. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് മുകളിലേക്കോ അല്ലെങ്കിൽ അടിയിലേക്കോ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ നട്ട് ലൂസാണെന്നാണ്. അത് ചിലവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ടാങ്കിലത്തെ ഓയിൽ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോക്സ്. ഈ സൈഡത്തെ ടയറുമൊക്കെ ഓക്കെയാണ്. ഇതാണ് നമ്മൾ ഷിപ്പിലേക്ക് കൊടുക്കണ ബങ്കറിൽ കൊടുക്കണ ഇൻലെറ്റ്. ടാങ്കിൽ നിന്ന് നമ്മൾ ഓയിൽ ഇൻലെറ്റ് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഈ പമ്പ് ഔട്ട്ലെറ്റ്, ഇത് ഷിപ്പിലേക്ക് നമ്മൾ ബങ്കർ ചെയ്യുന്ന ഔട്ട്ലെറ്റാണ്. ഇത്
5 മീറ്റർ കൊടുക്കുന്ന ഔട്ട്ലെറ്റാണ്. അങ്ങനെ എൻ്റെ ട്രക്കിൻ്റെ ലോഡിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടുന്ന് ഡോക്യുമെൻ്റൊക്കെ കളക്ട് ചെയ്തിട്ട് ഇനി ഞാൻ ഇൻസ്പെക്ഷന് പോകണം, കസ്റ്റം ഇൻസ്പെക്ഷൻ. അത് കഴിഞ്ഞിട്ട് വേണം അബുദാബി സീ പോർട്ടിൽ പോകാൻ, ഖാലിദ് പോർട്ട്. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്നത്തെ ഡ്യൂട്ടി ചെറിയ ഡ്യൂട്ടി ആയിരുന്നു. ലോഡിങ് കഴിഞ്ഞു, ഇൻസ്പെക്ഷൻ കഴിഞ്ഞു, കസ്റ്റംസിൽ പോയിട്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. അങ്ങനെ എനിക്ക് എന്താ പറയുക, അവിടെ കസ്റ്റംസിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാനുള്ള അലൗഡ് ഇല്ല ഈ ഫ്രീസറിൻ്റെ ഉള്ളിൽ, ജബലി ഫ്രീസറിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇനിയിപ്പോൾ രാത്രി ഡെലിവറിക്ക് വേണം. രാത്രി 10 മണിക്ക് വീണ്ടും ഡ്യൂട്ടി സ്റ്റാർട്ടാകണം, 10:30. അപ്പോൾ എൻ്റെ വീഡിയോ, ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് വേണം തീർച്ചയായും. താങ്ക് യു, ബൈ ബൈ.